ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സോഡപ്പൊടി ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ കലത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളവും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നാൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് എല്ലാ പൊടിയൊക്കെ ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അരച്ചെടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2.5 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം വലിയ ശർക്കരയാണെങ്കിൽ 2 അച്ച് എടുത്താലും മതി. ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നെയ്യും ഓയിലും മിക്സാക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ തേങ്ങ ചെറുതാക്കി ഒന്ന് കുത്തി നുറുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് കളറ് മാറി വന്നാൽ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും തേങ്ങയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് കുക്കർ നല്ല ചൂടായിട്ടുള്ള കുക്കറിലേക്കാണ് നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചെടുക്കേണ്ടത്. അങ്ങനെ 1 മിനിറ്റോളം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് വിസിലൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ 1-2 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ കലത്തപ്പം കുക്കറിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് സോഡപ്പൊടി ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. ഉള്ളിൽ നല്ല ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ആരോട് കൂടിയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഈസി ആയിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്